നഗരവധു എന്ന് പറയുന്നൊരു സിനിമയില് ബൈജു അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ ഒരു ഓക്കെ ആയ ഷോട്ടിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? 4.5 മിനിറ്റ് ദൈർഘ്യമുണ്ട്. സെക്കൻഡ് ടേക്കിൽ അത് ഓക്കെ ആക്കി. ഇതെങ്ങനെ അറിയാം? മനുഷ്യരിങ്ങനെ ബൈജുവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കപ്പെടുന്നുണ്ട്. അത് ഭയങ്കര അതിശയം. അതെങ്ങനെ അറിയാം? അതൊക്കെ ഇവിടെ ഒറ്റ ഷോട്ടാണ് 4.5 മിനിറ്റ്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യണത്. കാശ് പോകുന്ന പരിപാടിയാ. ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു മാഗസീൻ എന്ന് പറഞ്ഞാൽ 4.5 മിനിറ്റ് ആണ്. അത്രയും വലിയൊരു ഷോട്ടായിരുന്നു. ഒരു ഫുൾ സീൻ ഒറ്റ ഷോട്ടിലാണ് എടുത്തത്. ആ പടം എങ്ങനെയുണ്ടായിരുന്നു? ബൈജു നല്ല വേഷമായിരുന്നു അതിന്റെ. വേഷമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ പടം വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടില്ല. അത് കലാധരൻ സംവിധാനം ചെയ്ത പടം. അത് രാജഗിരിയത്താണ് അതിന്റെ സ്ക്രിപ്റ്റ്. ആദ്യം എഴുതിക്കൊണ്ടുവന്ന ഡയലോഗ്സ് അല്ലായിരുന്നു. പിന്നെ അത് മാറി. പിന്നെ പെട്ടെന്ന് മാറ്റി എഴുതി. ഭയങ്കര ത്രില്ലായിരുന്നു. അത് ഷോട്ട് അഭിനയിക്കാൻ ഭയങ്കര ത്രില്ലാണ്. ഇനി കലൂർ ഡെന്നീസ് എഴുതിയ കുറെ സിനിമകളില് വിരുഗിരിത്തും ബാലുഗിരി അല്ലെ രാജൻ ഗിരിത്തും എഴുതിയ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട് അല്ലെ? കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡെനിജ എഴുതിയ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീധനം, സാക്ഷാൽ ശ്രീധരൻ, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഉപ്പുവണ്ണം ബ്രദേഴ്സ്, ഒരുപാട് പടത്തിൽ അഭിനയിച്ചു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ ബൈജു? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? ഉണ്ട്. അത്ര ആക്റ്റീവ് അല്ല. റീൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ ബൈജുവിനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന, ബൈജു ആസ് എൻ ആർട്ടിസ്റ്റ് ഫോളോ ചെയ്യുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് സാധാരണ ഇങ്ങനെ ഈ ചെറിയ മൊഡയിലൊക്കെ സംസാരിക്കുന്ന പുരുഷന്മാരുടെ ഈ പൊതുവെ സ്ത്രീകൾക്ക് ഒരു ആരാധനയുണ്ട്. ഇല്ല, താല്പര്യമില്ല. ഇല്ലല്ലേ? ടഫാ. പബ്ലിക് ചടങ്ങുകൾക്കൊക്കെ പോകുമല്ലോ. പോകുമ്പോ എങ്ങനെയാ അവരുടെ റിയാക്ഷൻ എങ്ങനെയാ? ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. പക്ഷെ ഇത്തിരി അകലം പാലിക്കും. ഇത്തിരി ഗ്യാപ്പിട്ട നിൽക്കും. അല്ല, പൊതുവെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൊതുവെ എന്നെ ആണുങ്ങളാണ് കൂടുതലും കാണുന്നല്ലേ. അവർക്ക് മകളുടെ കല്യാണത്തിനൊക്കെ ഞാൻ അങ്ങനെ വളരെ വ്യാപകമായിട്ട് അങ്ങനെ വിളിച്ചില്ല. അടുത്തുള്ളവരും വീടിനടുത്തുള്ളവര് പിന്നെ ലളിതമായിട്ട് തന്നെയാണ് കല്യാണം നടത്തി. അത് നന്നായിട്ട് നടക്കാൻ പറ്റും. അത്യാവശ്യം ഞാൻ ദൂരെയുള്ളവരൊന്നും വിളിച്ചില്ല. എന്നറിയാം, ഈ ദൂരെയുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എറണാകുളം നിന്നൊക്കെ തിരുവനന്തപുരത്ത് വന്നാൽ ഈ റോഡും ഇല്ല, വന്നു പോകാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു. അത് അവരോടുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല വിളിക്കാത്തത്, അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അന്ന് ക്ഷണിക്കപ്പെടാതെ പോയവർക്കുള്ള ഒരു അറിയിപ്പാണിത്. തീർച്ചയായും ഇതൊരു അറിയിപ്പായി പരിഗണിച്ച് നിങ്ങൾ ക്ഷമിക്കുക.